ഹലോ, എൻ്റെ പേര് സാവിയോ ആണ്. ഞാനിവിടെ ലീഡിലെ പ്രൈം ബാച്ചിലെ സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഞാനിവിടെ കഴിഞ്ഞ കൊല്ലമാണ് ജോയിൻ ചെയ്യുന്നത്. ഈ കൊല്ലം 2026 പ്രിലിംസ് ഞാൻ ക്ലിയർ ചെയ്ത് ഇപ്പോൾ മെയിൻസിന് പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ പ്രിലിംസ് അത്യാവശ്യം ടഫായിട്ടുള്ള എക്സാം ആയിരുന്നു. അത് എനിക്കും ടഫായിരുന്നു. ഇവിടെ ജോയിൻ ചെയ്തപ്പോൾ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയാനായിട്ട് ഞാൻ കമ്പ്യൂട്ടർ സയൻസും എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇവിടെ വരികയാണ്. വരുമ്പോൾ എനിക്കാണെങ്കിൽ ഉള്ളത് പറഞ്ഞാൽ സിംഗപ്പൂർ അവിടെ അങ്ങനെ ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഇവിടെ വന്ന് ആദ്യത്തെ ഒരു 5-6 മാസം കഴിയുമ്പോഴാണ് എനിക്ക് ഈ ഒരു UPSCനെ പറ്റി ഇതാണ് കാര്യം, ഇന്നതാണ് പഠിക്കേണ്ടതെന്നൊരു ഐഡിയ കിട്ടിയത്. സെപ്റ്റംബർ തൊട്ട് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിരുന്നു. പിന്നെ ജനുവരി കഴിഞ്ഞ് എല്ലാ ക്ലാസ്സും കേൾക്കുമായിരുന്നു. ക്ലാസ്സൊന്നും മിസ്സാക്കിയിട്ടില്ല. ആ ഒരു സ്റ്റേജ് എത്തിയപ്പോഴത്തേക്കും പ്രിലിംസ് കില്ലർ തുടങ്ങി. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ ഈ ഒരു ജേണിക്ക് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് പ്രിലിംസ് കില്ലർ തന്നെയാണ്. കാരണം നമുക്ക് അത്യാവശ്യം പഠിക്കാനുള്ള കണ്ടൻറ്റ് തരും. അതായത് സബ്ജക്റ്റിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ മൊഡ്യൂളാക്കി ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഓരോ മൊഡ്യൂളിനും ഇന്ന ഒരു ദിവസം പഠിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തരും. അത് കൺസിസ്റ്റൻ്റായിട്ട് ഫോളോ ചെയ്ത് അതിൽ ഞാനൊരു മാറ്റവും വരുത്തിയിട്ടില്ല. അങ്ങനെ അത് ഫോളോ ചെയ്ത് അതോടൊപ്പം തന്നെ ഈ കമ്മ്യൂണിറ്റി ക്ലാസ് ഞാൻ മിസ്സാക്കിയിട്ടില്ലായിരുന്നു. കാരണം ഈ എക്സാമിന് ചോദിച്ച പകുതി മുക്കാൽ കറണ്ട് അഫയേഴ്സും കമ്മ്യൂണിറ്റി ക്ലാസ് വഴി കവറായിട്ടുണ്ട്. ഇപ്പോൾ കേട്ടിട്ടുണ്ട്. അതും പ്രിലിംസ് കില്ലറും ഫോളോ ചെയ്ത് ഞാൻ ടെസ്റ്റൊന്നും മിസ്സാക്കിയിട്ടില്ല. എല്ലാ ടെസ്റ്റും അന്ന് എടുക്കുമായിരുന്നു. ടെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ആൻസർ കീ 2 മണിക്കൂർ എടുത്താണെങ്കിലും ഞാനത് ആൻസർ കീ നോക്കി മെൻറ്ററിന് റിവ്യൂ ഒക്കെ അയച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ ടെസ്റ്റൊക്കെ എടുത്ത് തുടങ്ങിയപ്പോൾ അതിൻ്റെ ആദ്യത്തെ ടെസ്റ്റ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എനിക്ക് 40 മാർക്ക് ഉണ്ടായിരുന്നു 100-ൽ 42 അങ്ങനെ. പിന്നെയാണ് ശരത് സാറിൻ്റെ UPSC ക്ലാസിക്സിൻ്റെ ഒരു ക്ലാസ്സൊക്കെ തുടങ്ങി. അതൊക്കെ കേട്ടപ്പോൾ മനസ്സിലായി ഒരുപാട് പഠിച്ചിട്ട് കാര്യമില്ല. ഈ ലോജിക്കെന്ന് ഇവിടെ വരുമ്പോൾ കുറേ പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ ആ ലോജിക്ക് ഉപയോഗിക്കേണ്ടത് എനിക്ക് ആ ഒരു സമയം തൊട്ടാണ് മനസ്സിലായത്. കാരണം ഒരുപാട് പഠിക്കണതനുസരിച്ച് ലോജിക്ക് ഉപയോഗിക്കുമ്പോൾ വെർത്തിറ്റാണ്. അപ്പം അങ്ങനെ എനിക്ക് 40-ൽ നിന്ന് ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. ഇപ്പോൾ റാങ്കൊക്കെ ആദ്യം ഒരു 150-200 അടുത്തായിരുന്നു. പിന്നെ അത് മാറി ലാസ്റ്റൊക്കെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് 20-25 ലിസ്റ്റിൽ റാങ്കിൽ ഇവിടുത്തെ ലീഡിൻ്റെ തന്നെ റാങ്ക് ലിസ്റ്റിലൊക്കെ വരുമായിരുന്നു. പിന്നെ മാസ്റ്റർ ക്ലാസ്സൊക്കെ അത്യാവശ്യം ഇവർ പറയണ പോലെ തന്നെ ഫോളോ ചെയ്യാറുണ്ട്. പിന്നെ ചെയ്തത് UPSC ക്ലാസ്സിന് അസൈൻമെൻറ്റാണ്. ആദ്യമൊക്കെ ഞാൻ 1-2 എണ്ണം പറ്റാവുന്ന പോലെയൊക്കെ ചെയ്ത് നോക്കി സ്വന്തമായിട്ട്. പക്ഷേ സമയം ഒട്ടും കിട്ടിയില്ല. പിന്നെ സിദ്ധാർത്ഥ ഏട്ടൻ്റെ ഒരു അസൈൻമെൻറ്റ് ഇവർ ഗ്രൂപ്പിലിട്ടായിരുന്നു. അത് അത്യാവശ്യം എല്ലാ ദിവസവും ഒരു 10-15 പേജ് വെച്ച് വായിച്ച് അങ്ങനെ അതും ഫിനിഷ് ചെയ്തായിരുന്നു. പിന്നെ ഇവിടുത്തെ ആൻസർ കീ ആണെങ്കിലും ഇപ്പോൾ പ്രിലിംസ് കില്ലറിൻ്റെ കൂടെ തന്നെ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ അവരുടെ ആൻസർ കീനൊരുപരി ഇച്ചിരി കൂടെ കണ്ടൻറ് എൻറിച്ച്മെൻറ്റ് ഉണ്ടായി ഇവിടുത്തെ ആൻസർ കീയിൽ. പിന്നെ എക്സാം ഹോളിൽ കയറി ഇപ്പോൾ അവിടെ പോയി ഇരുന്ന് ഇപ്പോൾ എനിക്ക് സെറ്റ് B ആണ് കിട്ടിയത്. അപ്പോൾ B സെറ്റ് കിട്ടിയ എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൻ്റെ ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്, പിന്നെ 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ വായിച്ചപ്പോൾ തന്നെ മനസ്സിലായി ഇനി അങ്ങോട്ട് ഇതേപോലത്തെ ക്വസ്റ്റ്യനൊക്കെ ആയിരിക്കുമെന്ന്. പക്ഷെ അന്നേരം വരുന്നിടത്ത് വെച്ച് കാണട്ടെ എന്നുള്ളൊരു മൈൻഡിൽ തന്നെ അതങ്ങോട്ട് ചെയ്ത് പോയി. അങ്ങനെ ആദ്യത്തെ എക്സാം കഴിഞ്ഞ് വീട്ടിൽ പോയി ഞങ്ങൾ ഹോസ്റ്റലിലെ എല്ലാ കൂട്ടുകാരന്മാരും കൂടി ഇങ്ങനെ ജെമിനി നോക്കി ആൻസർ കീ നോക്കിയായിരുന്നു. അപ്പോൾ അന്നേരം എനിക്ക് 66 മാർക്കേ ഉള്ളൂ. അപ്പം അന്ന് ഞാൻ ഭയങ്കരമായിട്ടും ബാഡ് അടിച്ചു. കാരണം ഇത്രയും പഠിച്ചിട്ട് 66 മാർക്കല്ലേ ഉള്ളൂ. പിന്നെ ജെമിനിയുടെ പകുതി ക്വസ്റ്റ്യൻസും തെറ്റായിരുന്നു. അങ്ങനെ പിന്നെ CSAT ആണല്ലോ. അപ്പോൾ ഇങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ് ഇവർ GS 1 ഇത്രയും ടഫാക്കിയത് കാരണം എന്തായാലും CSAT ഭയങ്കര എളുപ്പമായിരിക്കുമെന്ന്. അപ്പോൾ ഞാൻ ആ ഒരു മെൻറ്റാലിറ്റി തന്നെയായിരുന്നു. CSAT എളുപ്പമായിരിക്കും എന്നുള്ളൊരു മെൻറ്റാലിറ്റി തന്നെ പോയി CSAT എഴുതി. പിന്നെ എനിക്ക് CSAT കിട്ടിയ മാർക്ക് ഇവിടുത്തെ മോക്കിലും കൂടുതൽ മാർക്കാണ്. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, പഠിക്കണതിലുപരി മെൻറ്റാലിറ്റി അത്യാവശ്യം വർക്ക് ചെയ്യുന്നൊരു കാര്യമാണ്.